وأصحابه أجمعين أما بعد പ്രിയപ്പെട്ട സഹോദരന്മാരെ, അയ്യാമുത്ത് തശ്രീഖ് അവസാനിച്ച ദിവസമാണ് ഇന്ന്. വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായ ഹജ്ജിന്റെ നാളുകൾ ഇന്ന് അവസാനിക്കുന്നതേ ഉള്ളൂ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈ മാസത്തിന്റെയും ദിവസങ്ങളുടെയും സ്ഥലത്തിന്റെയും ബഹുമതി കൊണ്ട് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സാധിപ്പിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ഈ ദീനുൽ ഇസ്ലാമിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി എന്ന ഒരു കൂട്ടുകമ്പനി പേര് എങ്ങനെ വന്നു? മുസ്ലിം എന്ന് പറയുന്ന അതേ മുസ്ലിമിന് അതിന്റെ വിശദമായ ഭാഗത്തേക്ക് കടക്കുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി ഐ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ജമാഅത്തി സ്വഹാബ. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തും സ്വഹാബത്ത് ആകുന്ന ആ സമൂഹം പഠിപ്പിച്ചു തന്ന സുന്നത്തും അത് സ്വീകരിക്കുന്നവർ എന്നാണല്ലോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നതിന്റെ അർത്ഥം. ഈ പേര് നമ്മളാരും പിൻകാലത്ത് ഉണ്ടാക്കിയതല്ല. നമ്മുടെ മുൻഗാമികളായ ഏതെങ്കിലും പണ്ഡിതന്മാര് ഉണ്ടാക്കിയതും അല്ല. മറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പൊ ഇതെന്താ ഒരു കമ്പനി? നാം ശരിക്ക് മനസ്സിലാക്കണം. എന്തായാലും നിങ്ങളിങ്ങനെ ക്ലാസ്സിലൊക്കെ വരുന്നവരായതുകൊണ്ട് 5 മിനിറ്റ് മാത്രം ഞാൻ ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി വേഗത്തിൽ നിർത്താം. അത് അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ച പേരാണ്. എന്റെ സമുദായം 73 കക്ഷിയായി പിരിയുമെന്നും അതിൽ നിന്ന് ഒരു കക്ഷി മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിശദീകരിച്ചപ്പോൾ മൻ ഹും യാ റസൂലല്ലാഹ്, ആ ഒരു കക്ഷി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവര് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുന്നു എന്ന് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ ഹും അലാ മാ അന അലൈഹി വ അസ്ഹാബി, അവർ ഞാനും എന്റെ അസ്ഹാബുകളും ഏതൊരു ആദർശത്തിലും ആശയത്തിലും ആണോ അതേ ആദർശത്തിൽ നിൽക്കുന്നവരാണ്. അപ്പൊ ഞാനും എന്റെ സഹാബികളും ഉള്ള ആശയം അവരാണ് എന്ന് പറഞ്ഞ ആ കൂട്ടരെ പറ്റിയാണ് എന്ത് പറഞ്ഞത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ വിവരിച്ചു തന്നു. ആ വിവരിച്ചു തന്നതിന്റെ വിവരണങ്ങൾക്കാണ് ഹദീസ് എന്ന് പറയുന്നത്. അത് സ്വഹാബികൾക്കാണ് നേരിട്ട് മനസ്സിലായത്.
അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളൊക്കെ നേരിട്ട് കേട്ടവർ മനസ്സിലാക്കുന്നത് പോലെ ഇപ്പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയൂലല്ലോ. നേരിട്ട് അനുഭവജ്ഞാനം അതുപോലെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീണ്ട 23 കൊല്ലക്കാലം പരിശുദ്ധ ഖുർആൻ വിവരിച്ചു കൊടുത്ത് അനുഭവത്തിലൂടെ ശരിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ പഠിപ്പിച്ചു കൊടുത്തത് സഹാബികൾ പഠിച്ചു. അവര് മുഖേനയാണ് ലോകത്ത് ദീൻ പ്രചരിച്ചത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ, സമയമില്ല. വിശുദ്ധ ഖുർആനിൽ ഉളു എടുക്കാനുള്ള ഒരു ആയത്തുണ്ട്, അറിയില്ലേ? ഇദാ കുന്തും മിന സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ മുഖം കഴുകണം. വൈദിയക്കും, നിങ്ങളുടെ കൈകൾ കഴുകണം. ഇലൽ മറാഫിഖി, മുട്ട് വരെ കഴുകണം, മുട്ട് ഉൾപ്പെടെ കഴുകണം. വംസഹൂ ബിറുഊസിക്കും, നിങ്ങളുടെ തല തടകണം. വർജുലക്കും, കാലിനെ കഴുകണം. ഇലൽ കഅബൈനി, നരിയാണി വരെ കഴുകണം. അതായത് നരിയാണി ഉൾപ്പെടെ കഴുകണം. എന്നാൽ നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരോടും ഒന്ന് ചോദിച്ചു നോക്ക്, ഖുർആനിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ആയത്ത് കൈ മുട്ട് വരെ എന്ന് പറഞ്ഞത് എവിടുന്ന് തുടങ്ങണമെന്ന് ഖുർആനിലുണ്ടോ നിങ്ങൾ ചോദിച്ചു നോക്ക്. ഇല്ല. അപ്പൊ മുട്ട് വരെ എന്ന് പറഞ്ഞാൽ ഈ ചുമല് മുതൽ മുട്ട് വരെ ആയാലും മുട്ട് വരെ ആവുമല്ലോ, വിരല് മുതൽ മുട്ട് വരെ ആയാലും മുട്ട് വരെ ആവുമല്ലോ. അതുപോലെ കാല് നരിയാണി വരെ എന്ന് പറഞ്ഞാൽ എവിടുന്ന് തുടങ്ങണം? ഈ അര മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് നരിയാണി വരെ എന്നാണോ, അതല്ല വിരല് മുതൽക്കുള്ള നരിയാണി വരെയാണെന്നോ? ഇത് പരിശുദ്ധ ഖുർആനിൽ എവിടെയും ഇല്ല. പക്ഷേ നമ്മളെ ഉമ്മ ഒതു എടുക്കുന്നതാണ് നമ്മൾ ആദ്യം കണ്ടത്. നമ്മളെ വാപ്പ ഒതു എടുക്കുന്നതാണ് നമ്മൾ ആദ്യം കണ്ടത്. ആ വാപ്പയും ഉമ്മയും ഒക്കെ ഒതു എടുക്കുമ്പോ കൈ ഇങ്ങനെ ഇവിടെ മുതൽക്ക് ഇവിടം വരെ കഴുകുന്നു, കാല് അതുപോലെ വെല്ല് മുതൽ കഴുകുന്നു. അങ്ങനെ വാപ്പന്റെ വാപ്പയും അമ്മിന്റെ അപ്പുറത്തെ വാപ്പയും എല്ലാവരും ഇങ്ങനെ ചെയ്തു വന്ന് ഈ ആയത്തിന്റെ അർത്ഥം ഇതാണ് എന്ന് എവിടുന്നാണ് കിട്ടിയത്? അത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, കൈഫക്കാന വുളൂഉ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു വുളൂ എടുത്തത്? അപ്പോ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോ പിന്നെയും മനസ്സിലാണ്ടിക്കൂ. അതുകൊണ്ട് കുറച്ച് വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നു. അങ്ങനെ വുളൂ ചെയ്ത് ആദ്യം മുതൽ അവസാനം വരെ വുളൂ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അല്ലാഹുവിൻ റസൂൽ വുളൂ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കൈ കഴുകിയത് എങ്ങനെയാണ്? ഈ വിരൽ മുതൽ മുട്ട് വരെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പഠിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് വുളൂ എടുത്ത് കാണിച്ചു കൊടുത്തതാണ്. സഹാബത്ത് നേരിൽ കണ്ടതാണ്. ആ സഹാബത്തിൽ നിന്നാണ് പിന്നീടുള്ളവർ ദീൻ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കാനും പരിശുദ്ധ ഖുർആനിന്റെ വിവക്ഷ മനസ്സിലാക്കാനും എല്ലാം സ്വഹാബത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ സ്വഹാബത്തിലൂടെ താബീകളിലൂടെ പരമ്പരാഗതമായി വന്ന അതിനാണ് ദീൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അതിന്റെ ചുരുക്കമാണ് സുന്നി എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടുവരുമ്പോൾ വളരെ വലിയ അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടാണ് ഇവിടെ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. സംശയം നിങ്ങൾക്ക് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ എതിർത്തു.
ശക്തിയായി എതിർത്തു. ആ എതിർത്ത സമയത്ത് അവിടുത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി എത്രയെത്ര ആയത്തുകളാണ് അല്ലാഹു തആല ഇറക്കിയത്. ഒരല്പസമയം വഹി നിന്ന് പോയപ്പോഴേക്ക് എന്നിങ്ങനെ ഓരോ മിനിറ്റിനും വഹി വരണമെന്നില്ലല്ലോ. കുറച്ച് സമയം വന്ന് പിന്നെ കുറച്ച് സമയം വരാതെ ഇരുന്നപ്പോഴേക്ക് ഇവര് പറഞ്ഞ അത് മുഹമ്മദിന്റെ റബ്ബ് ഇപ്പൊ മുഹമ്മദിനെ ഒഴിവാക്കിയിരിക്കണ്, ദേഷ്യം പിടിച്ചിരിക്കണം, അതുകൊണ്ട് വരാതിരിക്കാറുള്ള പറയാതെ അല്ലാഹു തആല ആയത്തിറക്കി വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഓ ഹബീബായ നബിയേ, മാ വദ്ദഅക തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, റബ്ബുക തങ്ങളുടെ റബ്ബ്, വമാ ഖലാ റബ്ബ് ദേഷ്യം പിടിച്ചിട്ടുമില്ല. ഈ ദുഷ്ടന്മാര് പറയുന്നത് കളവാണ്. അല്ലാഹു ആയത്തിറക്കുന്നു. അവിടെ സത്യം ചെയ്യുന്നതോ വദ്ദുഹ. അതിന് രണ്ട് അർത്ഥമുണ്ട്. ഒരു അർത്ഥം എല്ലാവർക്കും അറിയുന്ന അർത്ഥം വദ്ദുഹ എന്ന് പറഞ്ഞാൽ ളുഹാ സമയം, രാവിലെ പ്രഭാത സമയം, വെളിച്ചമുള്ള സമയം. വല്ലൈലി എന്ന് പറഞ്ഞാൽ രാത്രി. ഇത് ഒരു അർത്ഥമാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി മറ്റൊരു അർത്ഥം ഒരു തഫ്സീർ ഇതേ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. വദ്ദുഹ എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രശോഭിതമായ മുഖം. ആ മുഖം കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. അവിടുന്ന് ഒരു വീട്ടിൽ ഒരു റൂമിലുണ്ടെങ്കിൽ അവിടെ വിളക്കിന് ആവശ്യമില്ല. കശംസി തുൽഹറു ലിൽ ഐനൈനി മിൻ ബുഅദി സഗീറതൻ വതുകില്ലു തർഫ മിൻ അമമി. സൂര്യനെ പോലെ സൂര്യൻ, ദൂരെയുള്ള സൂര്യൻ, വളരെ ദൂരെ കിടക്കുന്ന സൂര്യനായിട്ട് പോലും ആ സൂര്യന്റെ രശ്മി കൊണ്ട് നേരിട്ട് കണ്ടുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ കഴിയാത്ത അത്രയും പ്രകാശമുള്ള സൂര്യൻ, സൂര്യനേക്കാളും പ്രകാശമുള്ള പ്രശോഭിതമായ മുഖം. ഓ മുഖം കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു. അതുപോലെ വല്ലൈലി വല്ലൈലി ഇദാ സജാ. ആ രണ്ടാമത്തെ ലൈലിന് ഇമാം റാസി പറഞ്ഞ രണ്ടാമത്തെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിലുള്ള ശറഫാക്കപ്പെട്ട ഷഅർ തന്നെ. അത് കറുത്ത മുടിയാണ്, മനുഷ്യന്റെ ഭംഗിയുടെ ഭാഗമാണ്. അവന്റെ മുടി കറുത്തതായിരിക്കൽ, തലയിൽ മുഴുവനും തിങ്ങി നിൽക്കല്. ഇതാ സജാന്തന തിങ്ങിയിട്ടുള്ള മുടി. അവിടെ തലന്റെ നടുവില് മുടിയില്ല, അല്ലെ ഇവിടെ മുടിയില്ല, അവിടെ മുടിയില്ല എന്ന് പറയുമ്പോൾ അത് ഭംഗിക്ക് കുറവാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ തലയിലെ മുടി വളരെ തിങ്ങിക്കൂടിയ മുടിയാണ്, അത് കറുത്ത മുടിയാണ്. ആ മുടിയെ കൊണ്ടും അവിടുത്തെ മുഖത്തെ കൊണ്ടും സത്യം ചെയ്ത് അല്ലാഹു തആല പറയുന്നു, തങ്ങളെ അല്ലാഹു ഉപേക്ഷിച്ചിട്ടില്ല, തങ്ങളോട് ദേഷ്യം പിടിച്ചിട്ടില്ല. കണ്ടോ? അപ്പോ ശത്രുക്കൾ ഇങ്ങനെ പറയാൻ തുടങ്ങലായി. ഒരു ചെറിയ ഇതുണ്ടാകുമ്പോഴേക്ക് അങ്ങനെ ഇങ്ങനെ ഇപ്പൊ കണ്ടോ എന്ന് ചോദിക്കുന്നില്ലേ നമ്മളെ ആൾക്കാര്? ഇപ്പൊ കണ്ടില്ലേ അങ്ങനെയായത് ഇങ്ങനെയായത്? എന്തെല്ലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺകുട്ടികളുണ്ടായി. അബ്ദുള്ള, ഇബ്രാഹിം, ഖാസിം, ഇങ്ങനെ 3 ആൺമക്കളുണ്ടായി. ഈ 3 ആൺമക്കളും പുരുഷന്മാരാകുന്നതിന്റെ മുമ്പ് മരിച്ചുപോയി. പ്രായപൂർത്തിയെത്തുന്നതിന്റെ മുമ്പ് മരിച്ചുപോയി. മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പുരുഷന്മാരുടെ പിതാവല്ല. പുരുഷൻ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയെത്തിയ ആണ്. പ്രായപൂർത്തിയെത്തുന്നതിന്റെ മുമ്പ് റജുല് എന്ന് പറയൂല. റജുല് ആൺകുട്ടി എന്ന് പറയും. പുരുഷൻ റജുല് എന്ന് അറബിയിൽ പറയുന്ന അത് പ്രായപൂർത്തിയെത്തവർക്കാണ്. ആ പ്രായപൂർത്തിന്റെ മുമ്പ് 3 കുട്ടികളും മരിച്ചുപോയി. സ്വാഭാവികമായും ഒരാൾക്ക് ഒരു കുട്ടി മരിച്ചാൽ 2 കുട്ടി മരിച്ചാൽ അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? അവിടെ പോയിട്ട് സമാധാനിപ്പിക്കുക. തഅസിയത്ത് എന്ന്